ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വർഷം IT മോഡൽ എക്സാമിന് ക്വിജിസ് സോഫ്റ്റ്വെയറിൽ നിന്ന് ചോദിച്ച ചോദ്യം നമുക്ക് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ അഥവാ മണ്ണിടിച്ചിലിൻ്റെ വിവരങ്ങൾ ക്വിജിസ് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക. സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. എക്സാം 10 ഡോക്യുമെൻസിലുള്ള ക്വിജിസ് ഫോൾഡറിലെ മലപ്പുറം .qgs എന്ന ഫയൽ തുറക്കുക. ക്വിജിസിൻ്റെ ഫയൽ ഫോർമാറ്റാണ് QGS. എക്സാം 10 ഡോക്യുമെൻസിലുള്ള ക്വിജിസ് ഫോൾഡറിലെ Kerala_landslides.csv എന്ന ഫയൽ ഡെലിമിറ്റഡ് ടെക്സ്റ്റ് ലെയറായി ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ജോമെട്രി CRS EPSG കോളം ചിഹ്നം 4326-WGS 84 മലപ്പുറം ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ അതായത് മണ്ണിടിച്ചിലിൻ്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. ക്വിജിസ് സോഫ്റ്റ്വെയർ ജാലകം മുഴുവനായും കിട്ടുന്ന വിധം സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ _landslide_mlp.png എന്ന പേരിൽ എക്സാം 10 പ്രൊഡക്റ്റിൽ സേവ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ കീ പ്രസ് ചെയ്യുക. തുടർന്ന് നിശ്ചിത ഭാഗം സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തുന്നതോടെ സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സിലെ സ്ക്രീൻഷോട്ട്സ് ഫോൾഡറിൽ ലഭിക്കും. ഇത് എക്സാം 10 പ്രൊഡക്ട്സിലേക്ക് കോപ്പി ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ നാമം നൽകുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഫസ്റ്റ് ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്വിജിസ് Q എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്വിജിസ് ഡെസ്ക്ടോപ്പിൽ നിന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വരുന്നതായി കാണാം. ഇവിടെ നമ്മൾ മാക്സിമൈസ് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ, അവിടെ ഹോമിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ്, അപ്പോൾ ഇവിടെ CSV ആക്റ്റീവായതായി കാണാൻ സാധിക്കും. നെക്സ്റ്റ് ജോമെട്രി ഡെഫിനിഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോഴേ ഇവിടെ പോയിൻ്റ് കോർഡിനേറ്റ്സ് എന്നത് ആക്റ്റീവായിട്ടുണ്ടാവും. ഇവിടെ എക്സ് ഫീൽഡ്, ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതിന് എക്സ് ഫീൽഡിൽ ലോഞ്ചിറ്റ്യൂഡും Y ഫീൽഡിൽ ലാറ്റിറ്റ്യൂഡുമായിരിക്കും. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ജോമെട്രി CRS EPS ഇവിടെ സെലക്ട് ചെയ്തിട്ടാണ് CRS EPSG 4326 എന്ന് നൽകേണ്ടത്. അതായത് ജോമെട്രി CRSൽ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു ജാലകം ക്ലോസ് ചെയ്യുക. അപ്പോൾ മണ്ണിടിച്ചിൽ നടന്ന മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശങ്ങളുടെ വിവരങ്ങൾ ഇവിടെ ദൃശ്യമായതായി കാണാൻ സാധിക്കും. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു മണ്ണിടിച്ചിൽ പ്രദേശങ്ങളുടെ വിവരങ്ങൾ ഇവിടെ ദൃശ്യമായതായി കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ അമർത്തുക. നമുക്ക് ആവശ്യമായ അത്രയും ഭാഗങ്ങൾ സെലക്ട് ചെയ്ത്
ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ സെൻറ്ററിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഷോ ഇൻ ഫയൽസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യുക. രജിസ്റ്റർ നമ്പർ, ഫയലിന് പേര് കൊടുക്കാൻ പറഞ്ഞത് രജിസ്റ്റർ നമ്പർ _ രജിസ്റ്റർ നമ്പർ _ ലാൻഡ് സ്ലൈഡ് _ MLP എന്ന് കൊടുക്കുക. MLP. അതിനുശേഷം ഇത് റീനെയിം ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യത്തിൽ പറഞ്ഞ പേര് നൽകിയതിന് ശേഷം ഇവിടെ റീനെയിം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ കോപ്പി ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുക. ഹോമിലെ exam10 പ്രൊഡക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കുന്നതായിരിക്കും. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.